സംസ്ഥാനത്തെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെയും ആരോപണം. ആശുപത്രിയിൽ ചികിത്സ തേടിയ മലപ്പുറം ചാത്തങ്ങോട്ടുപുറം സ്വദേശിയാണ് ചികിത്സാ പിഴവ് ആരോപണവുമായി രംഗത്തെത്തിയത്. കൈയൊടിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇപ്പോൾ കൈ വളഞ്ഞ അവസ്ഥയിലാണെന്നാണ് ആരോപണം. മലപ്പുറം ചാത്തങ്ങോട്ടുപുറം താലപ്പൊലിപ്പറമ്പ് മന്നംപറമ്പിൽ സുരേന്ദ്രനാണ് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കു ശേഷവും ഒടിഞ്ഞ കൈ വളഞ്ഞ നിലയിൽ തുടരുന്നതായി പരാതിപ്പെടുന്നത്. കൈ നിവർത്തണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുടുംബം പറയുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ മാസങ്ങളോളം ചികിത്സ ലഭിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ലെന്നാണ് ആരോപണം. 2-3 ഡോക്ടറും 2 കമ്പൗണ്ടറും എല്ലാവരും കൂടി ചെന്ന് എന്നോട് കിടക്കാൻ പറഞ്ഞ് തല കൂടി തിരിച്ചു കിടത്തി അവർ വലിച്ചു പൊട്ടിച്ചപ്പോഴേക്കും എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, മിണ്ടാനും ഇതിനൊന്നും കഴിയാത്ത രൂപത്തിലായി. അങ്ങനെ അവർ വലിച്ചു പൊട്ടിച്ച് പിന്നെയാണ് പ്ലാസ്റ്റർ ഇട്ടത്. അതുവരെ അവരൊന്നും ചെയ്തില്ല. അതുവരെ ഇതുപോലെ കെട്ടി പറഞ്ഞേക്കത്. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ അവർ തന്നെ ഡോക്ടർമാർ എന്നെ പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയത് അവർ തന്നെ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോൾ അവർ പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം അവർ വീട്ടിൽ പോയിട്ട് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തെറാപ്പി ചെയ്യണതൊക്കെ കാണിച്ചു തന്നു. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെന്നപ്പോൾ അവരും ഇനി സർജറി ചെയ്യണമെന്ന്. ചികിത്സാ സമയത്ത് തന്നെ ആശുപത്രിയിലെ അലംഭാവം ബോധ്യമായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. ആവശ്യമായ ശ്രദ്ധയും പരിചരണവും ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. സ്വന്തമായി ഹോട്ടൽ നടത്തുന്ന സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് നാട്ടിൽ വലിയ പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനോ ചായ എടുക്കാനോ പോലും അദ്ദേഹത്തിന് സഹായം വേണമെന്ന സ്ഥിതിയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ചികിത്സ മൂലം സ്വന്തം തൊഴിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സംഭവം ആരോഗ്യവകുപ്പിന്റെ സേവന നിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ ആശ്രയകേന്ദ്രമായ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രശ്ന പരിഹാരം കാണാൻ കാര്യക്ഷമമായ മേൽനോട്ടവും ഉത്തരവാദിത്തപരമായ ഇടപെടലുകളും അനിവാര്യമാണെന്നാണ് പൊതുജനങ്ങളുടെ പക്ഷം. കേരള വിഷൻ, വണ്ടൂർ.